ഇന്ത്യയിലുള്ള ആളുകളെ ആകെ ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. 2023-24 BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലഭിച്ച തുക 2244 കോടി രൂപ. ഇത് കേട്ടാൽ ആരാണ് ഞെട്ടാത്തത്? അവർക്ക് 2022-23 ലഭിച്ചതിനേക്കാൾ 3 ഇരട്ടി വർധനവാണ് 2023-24 ഉണ്ടായത് എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു വലിയ തന്ത്രം, അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ആസൂത്രിതമായിട്ടുള്ള കൗശലം എത്രയാണ് എന്ന് കാണണം. ഈ പണം എവിടെ നിന്ന് വന്നു എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് മുഴുവൻ വന്നിരിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകൾ രൂപീകരിച്ചിട്ടുള്ള ചില വ്യാജ ട്രസ്റ്റുകളുടെ പേരിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് തന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഭാരതീയ എയർടെൽ, മേഘ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ആ ട്രസ്റ്റ് മുഖേനയാണ് ഇത്രയും വലിയ തുക തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് 849 കോടിയിലധികം അവർക്ക് ലഭിച്ചു. അവർക്ക് വെറും 228 കോടി മാത്രമായിരുന്നു 2022-23 ഉണ്ടായിരുന്നത്. അങ്ങനെ ആനുപാതികമായി എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുകിയെത്തി എന്നുള്ളത് എല്ലാവരും അറിയാവുന്ന ഒരു കാര്യമാണ്. തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിലെ DMKയ്ക്ക് ലഭിച്ചിട്ടുണ്ട്, ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക പാർട്ടികൾക്കും അല്ലാതെയും ഇതുപോലെയുള്ള കോടിക്കണക്കിന് രൂപ ലഭിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്നൊക്കെ ഇതുപോലെ കോടികളാണ് ഈ പറഞ്ഞ രാഷ്ട്രീയ കക്ഷികളുടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായിട്ട് ഒഴുകിയത്. അപ്പോൾ ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, ഈ ഒഴുകി എത്തിയിരിക്കുന്ന പണത്തിൽ നല്ലൊരു പങ്ക് കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ ഫലമായിട്ടുണ്ടായതാണ് എന്ന് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, സാന്റിയാഗോ മാർട്ടിന്റെ ഒക്കെ ഉള്ള ചരിത്ര പശ്ചാത്തലം, പ്രവർത്തന പശ്ചാത്തലം അറിയാം. നിരവധി കേസുകളിൽ ഇപ്പോഴും സാന്റിയാഗോ മാർട്ടിൻ പ്രതിയാണ്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിലും അവിഹിത മാർഗത്തിലൂടെ ബിസിനസ്സുകൾ നടത്തി നികുതി വെട്ടിക്കുന്നതിലൂടെയും ഒക്കെ ശതകോടികൾ സമ്പാദിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ്, കോർപ്പറേറ്റുകളാണ് ഈ സംഭാവന നൽകിയിട്ടുള്ളത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഏതാണ്ട് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനം ശതകോടികൾ BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുത്തതായി രേഖകൾ കാണിക്കുന്നു. രേഖകൾ അനുസരിച്ച് തന്നെ ഇത്രയും കോടികൾ ഒഴുകിയപ്പോൾ രേഖയ്ക്ക് പുറത്ത് എത്ര കോടികൾ ഒഴുകിയിട്ടുണ്ട് എന്ന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. കാരണം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് തയ്യാറായിട്ടുള്ള ഏജൻസികൾ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്ന് ഇതിലൂടെയൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായി സാധിക്കും. ഇതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിലുണ്ടായിരിക്കുന്ന അപജയത്തെ നാം കാണാതെ പോകരുത്. എന്തിനു വേണ്ടിയാണ് ഈ കോർപ്പറേറ്റുകൾ ഇത്രയും ശതകോടികൾ രാഷ്ട്രീയ കക്ഷികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുക്കുന്നത് എന്നത് ഗൗരവമായി ആലോചിക്കണം. അതിന് വളരെ ലളിതമായ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. 10 കോടി രൂപ ഭാരതീയ ജനതാ പാർട്ടിക്ക്, അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് കൊടുത്താൽ 100 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തുമ്പോൾ ഈ ഭരണകക്ഷി കണ്ണടച്ചിരിക്കുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ 10 കോടി കൊടുക്കുന്ന കമ്പനിക്ക് യാതൊരു തരത്തിലും ഒരു നഷ്ടവുമില്ല. കാരണം 90 കോടി രൂപ അവർക്ക് നികുതി വെട്ടിപ്പിലൂടെ അവർക്ക് ലാഭിക്കാനായി സാധിക്കും. ഇതാണ് ഇതിനകത്തെ ശാസ്ത്രം, ഇതാണ് ഇതിനകത്തെ സങ്കീർണമായിട്ടുള്ള യാഥാർത്ഥ്യം. നമുക്കറിയാം, അദാനിയെ പോലുള്ള ആളുകളൊക്കെ കടലാസ് കമ്പനികൾ രൂപീകരിച്ച്, ഷെൽ കമ്പനികൾ രൂപീകരിച്ച് ശതകോടികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അക്കൗണ്ടുകൾ തുറന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് കാണിച്ച്
ശതകോടികൾ ബാങ്കുകളെ ഒക്കെ കബളിപ്പിച്ചെടുത്ത് നടത്തുന്ന പ്രോജക്റ്റുകളെ കുറിച്ച് ഹിൻഡൻബർഗിനെ പോലെയൊക്കെയുള്ള രാജ്യാന്തര അന്വേഷണ ഏജൻസികൾ നടത്തിയതായ കണ്ടെത്തലുകൾ, എന്തിനു പറയട്ടെ, ഇന്ത്യയിലെ സെബിയുടെ ചെയർപേഴ്സൺ പോലും തന്റെ ഭർത്താവുമൊത്ത് ഈ സെബിയെ കബളിപ്പിച്ച് ശതകോടികൾ വിദേശ രാജ്യങ്ങളുടെ ബാങ്കുകളിൽ നിക്ഷേപിച്ചു എന്ന വാർത്ത ഈ രാജ്യത്തെ സകല മാധ്യമങ്ങളും ഒരേ ശബ്ദത്തിൽ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ ചെയർപേഴ്സണെതിരായി ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് കാണുമ്പോൾ നമ്മുടെ രാജ്യം എവിടേക്ക് പോവുകയാണ് എന്ന് സങ്കടത്തോടുകൂടി നോക്കിക്കാണുന്ന ജനകോടികൾ ഈ രാജ്യത്തുണ്ട് എന്ന കാര്യം വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതായിട്ടുള്ള വൻകിട കോർപ്പറേറ്റുകളെല്ലാം ഇതിലൂടെ അസാധാരണമായിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ പരോക്ഷമായ മാർഗങ്ങളിലൂടെ നേടിയെടുക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ഭാരതീയ എയർടെൽ ആകട്ടെ, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആകട്ടെ, അതുപോലെ സാന്റിയാഗോ മാർട്ടിൻ ആകട്ടെ തുടങ്ങിയതായിട്ടുള്ള ഈ വൻകിട കോർപ്പറേറ്റുകൾ നിയമം ലംഘിച്ചുകൊണ്ട് നികുതി വെട്ടിച്ച് കള്ളപ്പണം വെളുപ്പിച്ച് ഈ തരത്തിൽ സംഭാവനകൾ കൊടുക്കുമ്പോൾ നീതിപൂർവമായിട്ട് ഇവരിൽ നിന്ന് നികുതി ഈടാക്കാൻ ഭരിക്കുന്ന സർക്കാരിന് എങ്ങനെയാണ് സാധിക്കുക? എന്തുകൊണ്ടാണ് BJPക്ക് 2244 കോടി രൂപ ഒരു വർഷം കൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വന്നത്? കാരണം ഈ കോർപ്പറേറ്റുകൾക്കറിയാം, BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ 10 ഇരട്ടി അവർക്ക് ലാഭം കൊയ്യാൻ കഴിയും. നികുതി വെട്ടിപ്പിലൂടെയും കള്ളപ്പണം വെളുപ്പിക്കുന്നതിലൂടെയും വിദേശ ബാങ്ക് നിക്ഷേപങ്ങളിലൂടെയും വ്യാജ കമ്പനികൾ സ്ഥാപിക്കുന്നതിലൂടെയും ശതകോടികൾ നേടിയെടുക്കാമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ഇത്രയും കോടികൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവർ സംഭാവനയായി നൽകുന്നത് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. ഇത് നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ അപജയം, നമ്മുടെ രാഷ്ട്രീയം എത്ര ജീർണിച്ചിരിക്കുന്നു എന്നതിന്റെ ഉദാത്തമായ മാതൃകകളാണ്. ഇത് നേരായ മാർഗത്തിലുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് ഈ കണക്കുകൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിറകിൽ സുതാര്യമല്ലാത്ത രീതിയിൽ, പരോക്ഷമായ രീതിയിൽ എത്ര കോടികൾ ഒഴുകിയിട്ടുണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ഖനി രാജാക്കന്മാർ കോടികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പറയുന്ന രീതിയിൽ സംഭാവന നൽകുകയാണ്. ലൈസൻസ് ഇല്ലാതെ ഖനികൾ നടത്തുന്നവർ, അതുപോലെയുള്ള മയക്കുമരുന്ന് സ്ഥാപനങ്ങൾ, മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദേശീയ ഏജൻസികൾ അല്ലെങ്കിൽ അധോലോക സംഘങ്ങൾ, ഇവരൊക്കെ ഉണ്ടാക്കുന്ന പണമാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഖജനാവിലേക്ക് പോകുന്നത് എന്നത് നമ്മെയൊക്കെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് സുതാര്യമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന സംഭാവനകളുടെ അവസാന ചില്ലി കാശ് വരെയും വെളിപ്പെടുത്താനുള്ള ബാധ്യതകൾ, ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ രാഷ്ട്രീയ കക്ഷികൾ കാണിക്കണം. രാഷ്ട്രീയ കക്ഷികൾ ഒരു പ്രതിജ്ഞ എടുക്കണം, അവിഹിതമായി ഞങ്ങൾ ഒരു സംഭാവനയും സ്വീകരിക്കുകയില്ല. നികുതി വെട്ടിപ്പ് നടത്തുന്ന കോർപ്പറേറ്റുകളുടെ സംഭാവനകൾ ഞങ്ങൾക്ക് വേണ്ട, കണക്കിൽപ്പെടാത്ത ഒരു സംഭാവനയും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള നട്ടല്, ആ തരത്തിലുള്ള ധൈര്യം, ആ തരത്തിലുള്ള ആർജവം ഈ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികൾ കാണിക്കാൻ തയ്യാറാകണം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ നൈർമല്യത്തെ ശുഷ്കിപ്പിച്ചു കളയും, ജീർണിപ്പിച്ചു കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 2244 കോടി രൂപ ഒരൊറ്റ വർഷം കൊണ്ട് BJPയുടെ ഖജനാവിൽ എത്തിയിരിക്കുന്നു. അതിനു മുൻപ് കിട്ടിയ പണമൊക്കെ അവരുടെ കയ്യിലുണ്ട്. എന്തൊരു ആർഭാട ജീവിതമാണ്! അവരുടെ തെരഞ്ഞെടുപ്പിന് പ്രഭാവമൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഇവർക്ക് എവിടെ നിന്നാണ് ഇവിടെ പണം? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഓരോ മണ്ഡലങ്ങളിൽ ഒഴുക്കിയ കോടികൾക്ക് വല്ല കണക്കുമുണ്ടോ? ഈ വന്ന പണമൊക്കെ ഇങ്ങനെയാണ് വന്നത് എന്നറിയുമ്പോൾ ഇവരുടെ ആർഭാടത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. എന്തൊരു വലിയ രീതിയിലാണ് ഈ തരത്തിലുള്ള കള്ളപ്പണം ഒഴുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് വിലങ്ങിടാൻ അല്ലെങ്കിൽ ഇതിനെ തടയിടാൻ ആർജവമുള്ള ഒരു ഭരണ സംവിധാനമുണ്ടോ? ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നോക്കുകുത്തികളായി നിൽക്കുന്നു. നികുതി പിരിവ് നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ വെറും കാഴ്ചക്കാരായി മാറി നിൽക്കുന്നു. ഇവിടെ വലിയ GST വ്യവസ്ഥയുണ്ട്.
വലിയ നികുതി സംഭരണ സംവിധാനമുണ്ട് എന്നൊക്കെ വീമ്പിളക്കുമ്പോൾ അവരെയെല്ലാം നിർജീവമാക്കിക്കൊണ്ട്, എന്തിനു പറയട്ടെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പോലും CBI തുടങ്ങിയതായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ, ഇൻകം ടാക്സ് അന്വേഷണ ഏജൻസികൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ, ഈ ഏജൻസികളെ എല്ലാം വെറും ചട്ടുകങ്ങളായി മാറ്റിക്കൊണ്ട് ഈ ഭരണകൂട ഭീകരതയാണ് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും അധികപ്പറ്റാവുകയില്ല. ഇപ്പോഴും 1% ആളുകളുടെ കയ്യിലാണ് ഇന്ത്യയിലെ 50% സ്വത്ത് എന്ന കാര്യം പരക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇവിടെ ധനികൻ ധനികനാകുന്നു, കൂടുതൽ ധനികനാകുന്നു, ദരിദ്രൻ കൂടുതൽ ദരിദ്രനാകുന്നു. എവിടെയാണ് സാമ്പത്തിക സമത്വം? എവിടെയാണ് സാമൂഹിക സമത്വം? എവിടെയാണ് അവസര സമത്വം? 50 കോടി അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ തൊഴിലില്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. ഒരു വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ വീമ്പിളക്കി കൊണ്ടുവന്ന നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ എത്ര ദയനീയമാണ്. അവർക്ക് താങ്ങുവില കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഖജനാവിൽ കോടികൾ വന്ന് നിറയുകയാണ്. ഈ വൈരുദ്ധ്യം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഈ കണക്കുകൾ കൃത്യമായി പുറത്തുവിടണം. കള്ളപ്പണം വെളുപ്പിക്കാൻ മുന്നോട്ട് വന്ന ആളുകളെ കഠിനമായി ശിക്ഷിക്കണം. ഈ രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് മറ കൊടുക്കുന്നത് ഒരിക്കലും ധാർമ്മികമായും രാഷ്ട്രീയമായും ശരിയല്ല എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ നിസ്സഹായരായിട്ടുള്ള അസംഘടിതരായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ എന്നതാണ് നമ്മുടെ ഇന്നത്തെ സംവിധാനത്തിന്റെ ഏറ്റവും സങ്കടകരമായ ദുരവസ്ഥ.